ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ എന്താണ് ഒരു കുട്ടി റൂം ടൂർ. അതെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹോം ടൂർ ഒന്നും ചെയ്തിട്ടില്ല, നമ്മുടെ ഒരു കുട്ടി റൂം ടൂർ ചെയ്യാനേ ഗൈസ്. അങ്ങനെ നമ്മളൊരു ചെറിയ റൂം ടൂർ ചെയ്യാൻ പോകണം ഗൈസ്. അപ്പൊ അതിന് വേണ്ടി പൊന്നെ രാവിലെ എല്ലാം റൂമൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സെറ്റ് ആക്കിയിട്ട് കാര്യമില്ല, സമ്മതിക്കത്തില്ല. എത്ര സെറ്റ് ആക്കിയാലും ഞങ്ങൾ അലമ്പല്ലേ അമ്പൂട്ടാ അമ്പൂഷിന്റെ റൂം കാണിച്ചാൽ പോവാ. ഓ അമ്പൂച്ച് കണ്ണൊക്കെ എഴുതിക്കൊണ്ട് ഗൈസ്, കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ടിരിക്കുക കൊച്ചു കള്ളി ഗൈസ്. അപ്പൊ നമ്മുടെ ഒരു ചെറിയ റൂമാണ്. അപ്പോൾ ചെറിയ റൂം ടൂർ ആയിരിക്കും. ഈ വീട്ടിലുള്ളതിൽ വെച്ചും ഏറ്റവും ചെറിയ റൂം ഞങ്ങളുടെ റൂം അല്ലേ? യെസ് യെസ്. അപ്പൊ എന്തായാലും നമുക്ക് പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഒന്നുമില്ലാത്ത ഒരു കുട്ടി റൂമും കുറച്ച് കുട്ടി സാധനങ്ങളും മാത്രമേ ഉള്ളൂ. അതെ അതെ. അപ്പൊ നമുക്ക് നേരെ റൂമിലോട്ട് പോകാം ഗൈസ്. ഈ കാണുന്നതാണ് നമ്മുടെ റൂമിലേക്കുള്ള വാതിൽ ഗൈസ്. അപ്പൊ ഈ കർട്ടൻ മാറ്റി കഴിയുമ്പോൾ നമ്മുടെ ചെറിയ ഡോറ് കാണാം ഗൈസ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഡോർ. 2 പാളിയുടെ ഡോറാട്ടോ. അപ്പൊ ഇനി ഇത് തുറന്നു കഴിഞ്ഞാ വെൽക്കം ടു അമ്മൂസ് വേൾഡ്. അമ്മുവിന്റെ വേൾഡിലോട്ട് വിളിച്ച് എല്ലാരും വിളിച്ച് വായു വായു. അപ്പൊ ഇതാണ് നമ്മുടെ കുട്ടി റൂം കേട്ടോ. അതെ അതെ, ഇതാണ് ഞങ്ങളുടെ കുട്ടി റൂം ഗൈസ്. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ കൊട്ടാരം അല്ലേ? അതായത് നമ്മുടെ ചർച്ചകളും അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന, നമ്മുടെ A to Z കാര്യങ്ങൾ നടക്കുന്ന, വളരെ കുറച്ച് സമയം ഉറങ്ങുകയും കൂടുതൽ സമയം സംസാരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അതെ ഗൈസ്. അപ്പൊ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് എല്ലാം നമ്മുടെ ഈ കൊച്ചു റൂമിലാണ് ഗൈസ്. നമ്മളിപ്പോ ഉള്ളത് റെന്റഡ് ഹൗസിലാണ് ഗൈസ്. അപ്പോ അത് കാരണം നമ്മുടെ കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ റൂമിന്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ മേടിക്കണമെന്നൊക്കെ ആഗ്രഹം കാണും. ഞങ്ങൾക്ക് അതുപോലെ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കറിയാലോ റെന്റ് ഹൗസ് എന്താണ് അമ്പു മേളം തുടങ്ങി. അമ്പുന് ഉറക്കം വരുന്നുണ്ട്. അമ്പു ഇതുവരെ ഉറങ്ങിയിട്ടില്ല. റെന്റഡ് ഹൗസിൽ താമസിക്കുന്നവർക്ക് നമുക്ക് അതിൻ്റെതായിട്ടുള്ള കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് പിന്നെ എന്നാലും ഈ സാധനങ്ങൾ കാണുമ്പോൾ ഒരു സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര. എങ്കിലും ഞങ്ങൾ മാക്സിമം സാധനങ്ങൾ എവിടെ പോയാലും ഇങ്ങനെ പിക്ക് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ റൂമിനകത്ത് എന്തൊക്കെയുണ്ട്, റൂം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നിങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പൊ ഫോൺ ആരംഭിക്കലാമാ? ഇപ്പൊ ഫോണ് പോയേനെ. അമ്മനിപ്പോ ഏറ്റവും കൂടുതൽ തൊടാൻ ഇഷ്ടമുള്ള ഒരു സാധനമാണ് സ്വിച്ച് ബോർഡ്. കാരണം നമ്മൾ എപ്പോഴും ഇവിടെ വന്ന് തൊടുമ്പോൾ ലൈറ്റ് വരും, ഇവിടെ വന്ന് തൊടുമ്പോ ഫാൻ കറങ്ങും. അപ്പൊ അതുകൊണ്ട് ഭയങ്കര എന്താ പറയണ്ടേ, ഹായ് പറഞ്ഞേ. അപ്പൊ നമ്മുടെ റൂമിലെ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡില് ഒരു സ്വിച്ച് ബോർഡാണ്. പിന്നെ നമ്മുടെ ഈ ഫാനിന് ഒരു പ്രത്യേകത ഉണ്ട്, നമ്മുടെ റെഗുലേറ്റർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമുക്ക് ഇങ്ങനെ നോർമലി റെഗുലേറ്റർ ഇങ്ങനെ തിരിക്കാൻ പറ്റും, പക്ഷെ ഇത് അങ്ങനെ അഡ്ജസ്റ്റ് ആവില്ല, ഇങ്ങനെ ഇരിക്കത്തുള്ളൂ ഗൈസ്. അതായത് ഒരൊറ്റ സ്പീഡിലായിരിക്കും നമ്മുടെ ഫാൻ കറങ്ങുന്നത്. അതിനൊരു പ്രത്യേകത ഉണ്ട് ഗൈസ്. നമ്മുടെ ഫാൻ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് ഈ റൂമിൽ കിടന്ന് ഡോർ അടച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഡീസലോട്ട പോകുന്ന പോലെ കേൾക്കാം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് പോകുന്ന പോലെ കേൾക്കാം. ചെറിയൊരു സൗണ്ട് ഉണ്ട് ഗൈസ്. ഉറങ്ങാനും പറ്റത്തില്ല. അമ്പു ശരിക്കും പറഞ്ഞാൽ നല്ല ഉറക്കത്തിന്റെ ക്ഷീണത്തിലായിരുന്നു ഗൈസ് ഇരുന്നേ. അപ്പൊ കരഞ്ഞ് അവൾ ഉറങ്ങിയിട്ടുണ്ട് എന്തായാലും. ഉറങ്ങിയിട്ടില്ലായിരുന്നു, എന്റെ പൊളിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പൊ അമ്പു ഉറങ്ങട്ടെ, ചിലപ്പോ നമ്മുടെ സൗണ്ട് കേട്ട് ചിലപ്പോ അവളെ എണീക്കുമായിരിക്കും. പ്രത്യേകിച്ച് ഫാൻ ഓഫ് ചെയ്ത് അപ്പൊ തന്നെ അമ്പു എണ്ണിക്കുവാണ്. പിന്നെ ഇപ്പൊ എന്റെ കയ്യില് വെച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ കിടത്തിയ ഇപ്പൊ തന്നെ അമ്പു എണ്ണിക്ക് വരും. പിന്നെ കരച്ചില് നിർബന്ധമായിരിക്കും. എന്റെ കൈ തന്നെ ആകുമ്പോൾ വലിയ സീൻ ഇല്ലാതിരുന്നു, കാരണം ഫാൻ ഇല്ലാതെ അമ്പു ഒരു സെക്കൻഡ് പോലും കിടക്കത്തില്ല. ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത പറയാനുള്ളത് ഗൈസ് നമ്മുടെ ഈ വൈറ്റ് പെയിന്റിനെ പറ്റിയാണ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഈ റൂമിൽ നമ്മുടെ ഹാളിൽ അതിൽ കൂടെ കാണുന്നില്ല ആ ഒരു കളറാണ്. അതെ, നമ്മുടെ ഷോർട്സും ഫുൾ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാം, ഒരു ഗ്രീനും ബ്ലൂവും കൂടെ ടച്ച് ആയിട്ടുള്ള ഒരു കളറാണ്. അതെ, പൊന്നാ കോട്ടയത്ത് അഡ്മിറ്റ് ആയതിനു ശേഷം അമ്പുവിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഈ റൂമിൽ ആ കളർ, അതായത് പഴയ കളർ ആയിരുന്ന സമയത്ത് ലൈറ്റ് ഒക്കെ ഇടുമ്പോൾ നമുക്കൊരു ഇരുളിച്ചായിരുന്നു ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മള് വീഡിയോ എടുക്കുന്ന ടൈമിലും വീഡിയോ എടുക്കുമ്പോഴും വീഡിയോക്ക് ഒരു സുഖം നമുക്ക് ഫീൽ ആയിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ച് അമ്പു ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീട്ടിലേക്ക്, അതായത് റൂമിലേക്ക് വരാൻ പോകുന്നത്. അപ്പൊ അമ്പുവിനെ വെൽക്കം ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ വിചാരിച്ചു അങ്ങനെ ഈ റൂമെങ്കിലും ലൈറ്റ് ഷെയ്ഡ് ആക്കണം. അങ്ങനെ നമ്മൾ വൈറ്റ്, പ്യൂർ വൈറ്റ് ആയിട്ട് ഇത് റൂമിനെ കൺവേർട്ട് ചെയ്ത് ഫോട്ടോ ഫ്രെയിം ആണ്. ഈ ഫ്രെയിം മേടിച്ചിട്ട് ഇപ്പം 1 മാസം കഴിഞ്ഞു. നമ്മുടെ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഇതുവരെ ഇത് പ്ലേസ് ഈ റൂമിനകത്ത് ഒരു ഏരിയ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല. അത് കാരണം ജസ്റ്റ് ആ സ്വിച്ച് കൊണ്ട് ഒരു സുഖം. പിന്നെ നെക്സ്റ്റ് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഒരു ചെറിയ സ്റ്റാൻഡ് ഉണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ ഫോണൊക്കെ ഇവിടെ ചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അമ്പ് വന്നതിന് ശേഷം നമ്മള് ഈ ഒരു ഏരിയയിൽ വെച്ച് ഫോൺ ചാർജ് ചെയ്യാം. കാരണം അമ്പ് ഇവിടെ കിടക്കാണ്,
ഫോണൊക്കെ ഒരുപാട് പൊട്ടിത്തെറിക്കുന്നതും അങ്ങനെ പല വീഡിയോസും നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ചാർജിങ് ഫെസിലിറ്റി ഞങ്ങൾ തന്നെ വിച്ഛേദിച്ചിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു ചെറിയ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഇടയ്ക്ക് നമ്മളിവിടെ ഒരു ചെറിയൊരു അക്വേറിയം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീണ പോയാലോ എന്നുള്ളൊരു അത് മാറ്റി ഗൈസ്. പിന്നെ നമുക്ക് വരാം നമ്മുടെ കുറച്ച് എന്താ നീ തന്നെ പറയണ്ടേ, വയന്ന് പോയി. കുറച്ച് പോളറോയിഡ് ഫോട്ടോസ്. ഇത് നമ്മള് വീഡിയോയില് നേരത്തെ മുമ്പ് ഇതിനെപ്പറ്റി നമ്മളൊരു സ്റ്റോറി പോലെ ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഗൈസ്. അത് ലൈറ്റ് കത്തുന്ന കേട്ടോ, നമ്മൾ പോപ്പ് ആക്കിയിട്ടേക്കുക. പിന്നെ അതുപോലെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുറച്ച് ഫാമിലി ഫോട്ടോസ് എന്നൊക്കെ പറയാല്ലേ, അത് നമ്മുടെ മാരേജിന്റെ സമയത്ത് നമ്മൾ എടുത്തൊരു ഫോട്ടോ. 4 ഫോട്ടോ ഫ്രെയിംസ് ചെയ്യാനുണ്ട്. അമ്പു വന്നതിന് ശേഷം നമ്മൾ ഫോട്ടോസ് ഒന്നും അങ്ങനെ ഫ്രെയിം ചെയ്ത് എടുത്തിട്ടില്ല. അമ്പുവിന്റെ കുറെ എടുക്കാറുണ്ട്. പിന്നെ അമ്പു ഒരു വയസ്സായി കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മള് എല്ലാ മന്തിലെയും നമ്മൾ ഫോട്ടോസ് ഇടുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ഫോട്ടോസ് എല്ലാം നമുക്ക് വലിയ ഫോട്ടോസ് ആയിട്ട് ഫ്രെയിം ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ബാക്കി കാണുന്നത് ഈ കർട്ടനാണ്. അത് നമ്മള് ഈ ഓൾമോസ്റ്റ് നമ്മൾ ഈ റൂം ഇച്ചിരി പഴയ സാധനങ്ങളെല്ലാം കളഞ്ഞിട്ട് പുതിയത് സെറ്റ് ആക്കി അമ്പുനെ വരവേൽക്കാൻ വേണ്ടി നമ്മുടെ ഈ ക്യൂട്ട് ബേബിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മേടിച്ചാണ് ഈ ഒരു കർട്ടൻ. അന്ന് മേടിച്ചപ്പം പെയിന്റ് സത്യം പറഞ്ഞാൽ മനസ്സിൽ വേറെ ആയിരുന്നു. അപ്പൊ അതാണ് ഈ കർട്ടൻ വാങ്ങിച്ചോണ്ട് വന്നത്. പിന്നാണ് പെയിന്റ് വൈറ്റ് ആക്കാനുള്ള നമുക്ക് ഇഷ്ടമാണ്. പിന്നെ അതിന് പിന്നെ ഈ കർട്ടൻ ഇത് ജനൽ പറഞ്ഞാൽ 3 പാളിയുടെ ജനലാണ് ഗൈസ്. 3 പാളിയുടെ ജനൽ ഇങ്ങനത്തെ ടൈപ്പ് ജനലാണ്. പക്ഷെ ഈ ഒരു ഡോറ് മാത്രം മേപ്പോട്ട്, അതായത് പഴയ ചെറിയ ചെറിയ കടകളും ചായക്കടകളും ഒക്കെ ഉണ്ടല്ലോ ഗൈസ്, അതായത് മടക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ മേപ്പോട്ട് മടക്കി അങ്ങനത്തെ ഒരു ഡോറാട്ടോ ആ ജനൽ. അത് ഭയങ്കര അടിപൊളി. പക്ഷെ ഇത് തുറക്കാറില്ല, കാരണം ഭയങ്കര കൊതുകിന്റെ ശല്യം. നമുക്ക് പുറത്ത് അമ്പലം കൊണ്ട് പുറത്തൊന്നും ഇറങ്ങി നടക്കാൻ പോലും പറ്റത്തില്ല. കൊതുക് ബാറ്റ്, നമ്മള് മൊസ്കിറ്റോ ബാറ്റ് കൂടെ കൊണ്ട് നടന്ന അമ്പനെ പുറത്തേക്കൊന്നും കൊണ്ട് നടക്കുന്നത്. പിന്നെ അതിന്റെ മുകളിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിം ഉണ്ട്. അത് ആയത്തിൽ കുറിച്ച് എന്ന് പറയും. അത് നമ്മുടെ ഒരു പ്രാർത്ഥനയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആയത്തിൽ കുറിച്ച് ചൊല്ലാനും ഇഷ്ടമാണ്. അതുപോലെ തന്നെ അതിങ്ങനെ ഫ്രെയിം ചെയ്തിരിക്കുന്നത് കാണാനും ഇഷ്ടമാണ്. അതിന്റെ ലെറ്റേഴ്സും നമ്മൾ ഓൾമോസ്റ്റ് സാധനങ്ങൾ ഓൺലൈനിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. പിന്നെ വരുന്നത് ഞങ്ങളുടെ വിശാലമായ കുട്ടിക്കട്ടിൽ. നമ്മുടെ ഒരു ചെറിയ കട്ടിലാട്ടോ. ഇപ്പൊ ഇത് നിരന്നെടുക്കുക, കാരണം അമ്പു നമുക്കിനി ഇവിടുന്ന് ഷിഫ്റ്റ് ഒക്കെ ആയതിനു ശേഷം വേണം നമുക്ക് വലിയ ഫാമിലി കോട്ടിന്റെ വലിയ കട്ടിലൊക്കെ മേടിക്കാൻ. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ പപ്പായ തള്ളി പുറത്ത് കളഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ എന്നെ അമ്പുനെ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ കട്ടിലി വന്നിരിക്കുന്നതോ അല്ലെ കട്ടിലി കിടക്കുന്നത് എന്നെ കിടത്തില്ല ഗൈസ്. അവിടെ എന്നെ ചവിട്ടി താഴെ കളയും. വന്നതിന് ശേഷം കിടന്നിട്ടില്ല, ഞാൻ കളിപ്പിക്കാനൊക്കെ കിടക്കുന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ ഞാൻ കട്ടിൽ യൂസ് ചെയ്തില്ല ഗൈസ്. അവള് കട്ടില് കിടക്കത്തില്ല, ഞാനൊട്ടും കിടക്കത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അവള് ഫുൾ ടൈം ഈ എൻഡിൽ വന്ന് താഴെ, അതായത് അമ്പുനിപ്പം ഞാൻ താഴെയാണെന്നുള്ള വിശ്വാസമാണ് ഗൈസ്. എപ്പോ അമ്പു കട്ടിൽ കിടന്നാലും അവള് മുട്ട കുത്തി വന്ന് ഇവിടെ താപ്പോട്ട് എത്തി നോക്കും. അമ്പുന്റെ നമ്മള് വേറെ വീഡിയോയിൽ പറഞ്ഞു, അമ്പുന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്മൈലി അല്ലേ, ഇമോജിയാണ്. അമ്പുന് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ആയിട്ടുണ്ട് അല്ലെ, ഒരു വീഡിയോക്കകത്ത് ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് ഒരു അമ്പുന്റെ കുറെ കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇങ്ങനല്ല ഇവിടെ കിടക്കേണ്ടത്, ഇതിലും ഭീകരമായിട്ടാണ് കിടക്കുന്നത്. കാരണം അമ്പുവിന്റെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ വേണം, പക്ഷെ അതൊന്നും യൂസ് ചെയ്തില്ല. അമ്പുന് ഏതെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2 സെക്കൻഡ് അത്രേ ഉള്ളൂ. എന്റെ ഫോണിന്റെ കവറാണ് അമ്പുവിന്റെ ഇപ്പോഴത്തെ മെയിൻ പ്ലേ ടോയ്. അത് വേറെ ഒന്നും, ഈ മൊബൈലിന്റെ ബാക്കിലേ ഒരു ടെഡി ബിയർ ഉണ്ട്. അപ്പൊ അതിനെ അവൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അത് കാരണം അവൾക്ക് ആ ഫോണിന്റെ കവർ വേണം. അത് എവിടെ വെച്ചാലും അവള് പൊക്കും, അത് കൺഫേം ആണ്. പിന്നെ നമുക്ക് നേരെ വരുവാണെങ്കിൽ ഗൈസ്, ഇത് ഈ ഒരു സാധനം നമ്മള് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാട്ടോ, ഹാങ് ചെയ്യുന്ന സാധനം. പക്ഷെ നമ്മള് ഓൺലൈനിൽ കണ്ടപ്പോ നല്ല ഭംഗിയായിരുന്നു സാധനം. അല്ല, നമ്മൾ ഫസ്റ്റ് ഇട്ടപ്പോ നല്ലായിരുന്നു. ഇതിന്റെ പ്ലാനിങ് ഇങ്ങനെയല്ലായിരുന്നു. പിന്നെ അത് ഞങ്ങൾ സ്ഥലം ഷിഫ്റ്റ് ചെയ്തു. ഇതിപ്പോ 3ാമത്തെ പ്ലേസിലല്ലേ ഇരിക്കുന്നത്. ഇങ്ങനെ മാറ്റി ഇങ്ങനെ കൊണ്ടുവരും. ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് മേടിച്ച മറ്റേ കറങ്ങുന്ന കളിപ്പാട്ടം, കിളിങ്ങുന്ന കിളിപ്പാട്ടോ. നമ്മള് തൊട്ടിലിടാൻ വേണ്ടി വാങ്ങിയതാ. പക്ഷെ അതിപ്പം യൂസ് ചെയ്തില്ല. പക്ഷെ അമ്പു ശരിക്കും അതില് കളിച്ചിട്ട് രാത്രിയിലൊക്കെ കരഞ്ഞോണ്ട് എണീക്കുന്ന സമയത്ത് അത് കറങ്ങി കാണിക്കുമ്പോൾ അമ്പു ചിരിച്ചോണ്ട് അതിൽ നോക്കി കിടക്കുമായിരുന്നു. പിന്നെ ഈ ഒരു ഫ്ലവർ വേസ് ഇവിടെ ഇരിക്കുന്നത്, ഇതിനകത്ത് നമ്മള് ഇടയ്ക്ക് ഫ്ലവറും ലക്കി ബാമ്പും ഒക്കെ ഇട്ട് വെക്കുന്നതാ. കഴിഞ്ഞ ദിവസം വരെ ഫ്ലവർ ഉണ്ടായിരുന്നു, എടുത്ത് കളഞ്ഞു. പിന്നെ അടുത്തത് റീപ്ലേസ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു മെയിൻ ബോർഡ് ഉണ്ട്, സ്വിച്ച് ബോർഡ് ഉണ്ട്. ഇതാണ് നമുക്ക് ഈ റൂമിലൊരു ശരിക്കും പറഞ്ഞാൽ ഒരു വിയേർഡ് ആയിട്ടുള്ളൊരു, വിയേർഡെന്ന് മാത്രമല്ല ഗൈസ്, അതൊരു മഴയൊക്കെ പെയ്യുന്ന സമയത്തായാലും ഭയങ്കരമായിട്ട് പേടിയാണ്. കാരണം ഭയങ്കരമായിട്ട് ഇടി ഇടിക്കുന്ന സമയത്തും അതിന്റെ മെയിൻ കാര്യം എന്താ പറയുക ഗൈസ്, ഇതിപ്പോ ഇച്ചിരി
എന്താ പറയണ്ട ഇച്ചിരി പഴക്കമുള്ള ഒരു വീടാണ്. അപ്പൊ അതാണ് ഈ ഇരിക്കുന്ന മെയിൻ സ്വിച്ചിനും കുറെ പഴക്കമുണ്ട് ഗൈസ്. അപ്പൊ ഇനി അടുത്ത് നമുക്ക് റൂമിൽ ഒരു ചെറിയ ടേബിൾ ഇട്ടുണ്ട് ഗൈസ്. ടേബിൾ ഉണ്ട്. ഇവിടെ ഒരു പ്ലഗിംഗ് പോയിന്റ് ഉണ്ട്. ഇവിടെ നമ്മള് എല്ലാം ചാർജ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഗൈസ്. ഇതുണ്ടല്ലോ ഗൈസ്, ഇത് കഴിഞ്ഞിടയ്ക്ക് എന്തോ സംതിങ് എന്തോ അവിടെ ഇരുന്നു. അപ്പൊ അത് ഞാൻ എടുത്ത സമയത്ത് അവിടുത്തെ പെയിന്റിങ് ഇളകി പോന്നു. അത് ഇളകി വന്നതിന്റെ ഷേപ്പ് നോക്കിയിട്ട് പറ്റിയില്ലേ. നമ്മള് സോഷ്യൽ സയൻസിലൊക്കെ പണ്ട് പഠിക്കുന്നത് ഫറോ ആ ഒരു ലുക്ക് ഉണ്ട് ഗൈസ് ഇപ്പൊ ആ ഒരു ഭിത്തിക്ക്. പിന്നെ നമുക്കിവിടെ ഒരു ടേബിളിന് ഒരു മീശവരിയും, അത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ഒരു ചെറിയൊരു വേസ്റ്റ് ബിന്ന്. അതെന്തിനാ അവിടെ വെച്ചേക്കുന്നത്? നമ്മുടെ റൂമിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാവും. എക്സ്പെഷ്യലി പറയേണ്ടത് പൊന്നാട മുടി ഗൈസ്. അപ്പൊ അത് മുടിയൊക്കെ വീഴുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുഞ്ഞിന്റെ വായിലോ ഇതകത്തൊക്കെ വീഴും. അപ്പൊ അതാണ് നമ്മൾ കാണുന്ന മുടികളൊക്കെ പറന്ന കട്ടിലൊക്കെ മുടി പൊഴിച്ചിലുള്ളവർക്കൊക്കെ അറിയാം അതെങ്ങനെയായാലും പറന്നത് കട്ടിലില് നമ്മൾ ഏറ്റവും യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അത് കറക്റ്റ് വന്നു. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറക്കി അതിനകത്തിടുക. പിന്നെ ഇതിന് താഴെയായിട്ടൊരു സ്റ്റൂൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഇവിടെ വരുന്ന ടേബിൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇരിക്കാൻ വേണ്ടി. പിന്നെ അമ്പുവിന്റെ ബാസ്കറ്റ് ആണ് ഗൈസ്. അതിനകത്ത് കുറച്ച് അമ്പുവിന്റെ കുറച്ച് സാധനങ്ങൾ, അതായത് നമുക്ക് പെട്ടെന്ന് യൂസേജ് ഇല്ലാത്ത സാധനങ്ങൾ മാറ്റാനും പറ്റത്തില്ല അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. പിന്നെ നമുക്ക് ഇവിടെ വരുന്നതാണ് ഈ ടേബിൾ വരുന്ന ഒരു വാട്ടർ ബോട്ടിലാണ് ഗൈസ്. ഇത് പൊന്നാട വാട്ടർ ബോട്ടിലാണെങ്കിലും ഇപ്പൊ ഞാനും അതിന് വെള്ളം കുടിക്കുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ പൊന്ന വെള്ളം കുടിക്കാറില്ല. കുടിക്കാറുണ്ട് ഗൈസ്. പൊന്ന ഹോസ്പിറ്റലിലായ സമയത്തൊക്കെ പൊന്നായി നിർബന്ധിച്ച് വെള്ളം കുടിപ്പിക്കുമായിരുന്നു ഗൈസ്. അതിന് വന്നതിന് ശേഷവും നന്നായിട്ട് വെള്ളം കുടിക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. അതെ, ഭയങ്കര ബിസിയാണ് കേസ്. ഭയങ്കര ബിസിയാണ്. കാരണം അമ്പുവിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ പിന്നെ പൊന്നായെ കാണാൻ പോലും കിട്ടത്തില്ല. അത്രയ്ക്ക് തിരക്കാണ്. അമ്പു വിടത്തില്ല അവളെ. അതെ, കഴിക്കാൻ വിടത്തില്ല, വെള്ളം കുടിക്കാൻ വിടത്തില്ല. എന്തിനാ പറഞ്ഞത്, ബാത്റൂമിൽ പോകാൻ പോലും വിടത്തില്ല. പൊന്നാട ചൂട് പറ്റിക്ക് അവൾ കിടക്കണം കേസ്. പൊന്നെ കട്ടിൽ നിന്നിട്ട് കഴിഞ്ഞാൽ അവളും കുടുങ്ങി വരും. ഇപ്പൊ കിടത്തിയ അമ്പു ഇപ്പൊ ഉണരും. ഈ വീഡിയോ ഇപ്പൊ ഇവിടെ കൊണ്ട് ഫ്ലോപ്പ് ആവും. അതുകൊണ്ട് അമ്പുവിനെ കിടത്താതെ കയ്യിൽ വെച്ചേക്കാം. അപ്പൊ പിന്നെ വരുന്നത് നമുക്ക് ബാക്കിലോട്ട് ഒരു ജനലും കൂടെ വരുന്നുണ്ട് ഗൈസ്. അത് 2 പാളിയുടെ ചെറിയൊരു ജനലാണ്. നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല. അത് നമ്മൾ തുറക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ റൂമിന്റെ ജനാലുകൾ അങ്ങനെ തുറന്നിടാറില്ല. കാരണം പറഞ്ഞ കണക്ക് പുറത്ത് കുറെ കൊതുകുണ്ട്. ഇപ്പൊ ആ പുറത്തുള്ള കൊതുകുകൾ അകത്ത് കയറിയ നമ്മുടെ കാര്യം തീർന്നു. അതിപ്പോ 2-3 ദിവസമായിട്ടുള്ളൂ. ഞാൻ അവിടെ ഒരു ചെറിയ കർട്ടൻ ഇട്ടുണ്ടായിരുന്നു, ആ ഒരു പോർഷൻ മാത്രം. അപ്പൊ അത് മാറ്റിട്ട് അവിടെ ഒരു നെറ്റ് അടിച്ചു. കാരണം ഭയങ്കര ഈ മഴയും കൂടെ ആയപ്പോ ഭയങ്കര ഒരു നെറ്റ് അടിച്ചതിന് ശേഷം നമുക്ക് വലിയ കൊതുകിന്റെ ശല്യം അല്പം കുറവുണ്ട് ഗൈസ്. അപ്പൊ അതേപോലെ തന്നെ ജനലിൽ നമ്മള് നമ്മുടെ ചെറിയ ഒരു പൊടിയടിക്കുന്ന സുനാപ്പി ഉണ്ട് ഗൈസ്. അത് നമ്മൾ എവിടെ പോയപ്പോ വാങ്ങിച്ച ആ മേളയിൽ അങ്ങനെ പോയപ്പോ മേടിച്ച. പിന്നെ നമ്മുടെ സ്കെച്ച്, പെന്ന്, കത്രിക, നൈഫ്, അങ്ങനെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ അലമാരിയുടെ പുറകിൽ നമ്മൾ കുറച്ച് ഹുക്കുകൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ പെട്ടെന്ന് കൈ തുടയ്ക്കാനോ അല്ലെങ്കിൽ ഫേസ് തുടയ്ക്കാനായിട്ട് ഒരു ടവല്, പിന്നെ പൊന്നട മാല, പിന്നെ കുഞ്ഞിന്റെ ചെറിയ ചെറിയ സാധനങ്ങൾ തൂക്കിടാൻ വേണ്ടി നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നതാണ്, അതായത് വലിയ ഐറ്റംസിന്റെ കൂട്ടത്തിൽ വരുന്ന സാധനമാണ് ഗൈസ് നമ്മുടെ ഒരു സ്റ്റീലിന്റെ അലമാരി. ഇത് നമ്മൾ ആശിച്ച് മേടിച്ച ഒരു അലമാരി. നമുക്ക് ഫസ്റ്റ് ടൈം മേടിക്കുന്ന ഒരു അലമാരിയാണ്. വീട്ടിലോട്ട് ഒരു അസറ്റ് എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള മേടിച്ചാണ് ഈ ഒരു സാധനം. പക്ഷെ എങ്കിൽ കൊണ്ടുവന്നതിന്റെ അന്ന് തന്നെ ഇതിന്റെ ഗ്ലാസ് പൊട്ടിപ്പോയി ഗൈസ്. അവര് കൊണ്ടുവന്ന് ഇറക്കിയപ്പോ തന്നെ ഇതിന്റെ ഗ്ലാസ് പൊട്ടിപ്പോയി. അങ്ങനെ പിറ്റേ ദിവസം അല്ല അന്ന് തന്നെ തോന്നുന്നു, അതോ പിറ്റേ ദിവസം അങ്ങോട്ട് വീണ്ടും അവര് പുതിയ ഗ്ലാസ് കൊണ്ടുവന്നിട്ട് ഗൈസ്. പക്ഷെങ്കിൽ ഇട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോ ഇതിന്റെ ഗ്ലാസ് ഫുള്ള് ഡാമേജ് ആണ് ഗൈസ്. അതിന് പല പല ഷെയ്ഡുകളും ഒക്കെ ആയിട്ട് അത് വീണ്ടും കൊണ്ടുവന്നു. അത് വീണ്ടും പോയി വരുന്നുണ്ട്. റീപ്ലേസ് ചെയ്യാൻ നിൽക്കുന്നില്ല ഗൈസ്. ഇത് ഒരുമാതിരി മാട്ട അലമാരിയാണ് ഗൈസ്. എങ്കിലും നമ്മുടെ ഓൾമോസ്റ്റ് സാധനങ്ങൾ നമ്മൾ ഈ അലമാരിക്കകത്താണ് ഗൈസ് വെച്ചിങ്ങനെ. തുറന്നു കഴിഞ്ഞാൽ ഒന്നും ഇല്ലെങ്കിലും നമ്മളിങ്ങനെ തുണികളും നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. തുണികള്, പിന്നെ ബെഡ്ഷീറ്റ്, അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ അലമാരിക്കകത്തുണ്ട്. പിന്നെ ഈ അലമാരി ഈ ഒരിടെ ആയപ്പോഴത്തേനും പൊന്നാട കലാവിരുതായിരുന്നു ഗൈസ്. നോക്കണ്ട, ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അത് എന്തിന്റെ കൂടെ കിട്ടിയ ഗിഫ്റ്റ് എന്തിന്റെ കൂടെ കിട്ടിയ സ്റ്റിക്കറുകൾ അത് മൊത്തം ഞാൻ വാങ്ങിച്ച അലമാരി ഫുള്ളാക്കി വെച്ചിട്ട് ഇളക്കി കളഞ്ഞു. ഈ സൈഡിലും ഒരു ക്ലിപ്പുണ്ട്, അത് പൊന്നാട ചാവി ഇടാൻ വേണ്ട. ഇത് ഒരിക്കലും ഇവിടെ കിടക്കത്തില്ല. അത് ഇതിന്റെ മൂലയും എവിടെ വേണമെങ്കിലും കാണും. ഞാൻ അവിടുന്ന് തപ്പി പിടിച്ചെടുത്തോന്ന് ഞാൻ എവിടെയും കൊണ്ടിട്ട് ഇവിടെ എന്തൊക്കെയാ ഈ പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒന്നും കൊണ്ടിടാറില്ല. പിന്നെ നമുക്ക് നേരെ വരുന്ന ഒരു ബാത്റൂം ആണ് ഗൈസ്. അതിന് മുകളിലായിട്ട് കുറച്ച് ഫ്രെയിം. ഇത് നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ഫ്രെയിമാണ്. ഓൺലൈനിൽ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ പൊന്നാക്കി ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ചൂസ് ചെയ്ത 3 ഫ്രെയിം. ഇതൊക്കെ നമ്മള് പെയിന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കുറെ ഡെക്കറും കുറെ ഐറ്റംസ് ഒക്കെ മേടിച്ചപ്പോൾ അതിന്റെ കൂടുതൽ മേടിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പീസ് ആൻഡ് നൈസ് അല്ലേ.
ഗൈസ് പിന്നെ നമുക്ക് വരുന്ന ഒരു ചെറിയ ഒരു ബാത്റൂമാണ് ഗൈസ്. നമ്മുടെ റൂമിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ അതെ, ഇതൊരു ചെറിയ ഡോറാട്ടോ. ഇത് നമ്മള് ബാത്റൂമിലോട്ട് കയറണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ആയിട്ട് ഒന്ന് തല കുനിക്കണം ഗൈസ്, ഇല്ലെങ്കിൽ തലയ്ക്ക് ഡാമേജ് ആണ്. ഞങ്ങളുടെ തല, എന്റെയും പൊന്നാടെയൊക്കെ തല എത്രയോ തവണ ഇടിച്ച് ടോമഞ്ചേരിക്കകത്തെ ടോമിന്റെ തല മുഴച്ചു തന്നിട്ടുണ്ടെന്ന് അറിയാം ഗൈസ്. അപ്പൊ നമുക്കൊരു ചെറിയ ഡോർ ആണെങ്കിലും പക്ഷേങ്കിൽ ഇതൊരു വിശാലമായ ഒരു ഷോറൂമാണ് ഗൈസ്. നല്ല സ്പേസ് ആട്ടോ, നല്ല സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങോട്ട് നല്ല സ്പേസ് ആട്ടോ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരെയും ബാത്റൂമിൽ കാണുന്നതാണ്. അതെ ഗൈസ്, എന്റെ ഫേവറേറ്റ് കണ്ണാടി ഞാൻ ചൂസ് ചെയ്തോ. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും ബാത്റൂമിൽ കാണുന്ന പോലെ തന്നെയാണ് ഗൈസ് ഈ ബാത്റൂം. പക്ഷേങ്കിൽ അതിനൊരു വ്യത്യാസം പറഞ്ഞാൽ നേരത്തെ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരുന്നത് ഇപ്പൊ എനിക്ക് തീരെ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടാത്തതുമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ബാത്റൂം. ഗൈസ് അപ്പൊ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വാളിൽ കാണുന്ന കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും പിന്നെ കുറച്ച് ബുദ്ധ കുഞ്ഞുങ്ങളാണ് ഗൈസ്. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാട്ടോ, ഇത് ടോട്ടല്. അപ്പൊ നമ്മള് അതായത് എല്ലാം സെപ്പറേറ്റ് ആട്ടോ, പ്ലാന്റ് സെപ്പറേറ്റ്, അതുപോലെ തന്നെ ബുദ്ധൻ സെപ്പറേറ്റ്, അതുപോലെ ഈ ഫ്രെയിം, ഈ സ്റ്റാൻഡും സെപ്പറേറ്റ് ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ കാണുന്ന ഇതിന് നല്ല തിക്നെസ്സും നല്ല വലിപ്പമൊക്കെ തോന്നിയായിരുന്നു ഈ ഒരു സ്റ്റാൻഡിന്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്മോൾ ആയിരുന്നു ഗൈസ്. ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ അല്ലായിരുന്നു ആദ്യം ഇത് വെച്ചിരുന്നത്, നമ്മൾ ആദ്യം വെച്ചിരുന്ന അപ്പുറത്തെ സൈഡായിരുന്നു ഗൈസ്. അപ്പൊ നമുക്ക് ഓരോ ആഴ്ചയിൽ നമുക്കിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ ഉള്ളത് കാരണം നമ്മൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സാധനം നാളെ അപ്പുറത്തിരിക്കും ഗൈസ്. അങ്ങനെയാണ് നമ്മുടെ അറേഞ്ച്മെന്റ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ കുറെ സാധനങ്ങൾ നോക്കി, പക്ഷെ നമ്മൾ ഈ മേടിച്ച് പ്രത്യേകിച്ച് റെന്റ് ഹൗസിൽ താമസിക്കുന്നവർക്ക് ഈ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളും കളക്ഷൻസും ഒക്കെ കാണുമ്പോൾ ഇച്ചിരി തുര കൂടുതലായിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് മേടിക്കാൻ തോന്നും, പക്ഷെ മേടിച്ച് വെക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഈ വീട് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത്, മാറുന്ന സമയത്ത്, അന്നേരമാണ് നമുക്ക് ഏറ്റവും പാട്. നമ്മൾ വീട് മാറുന്ന സമയത്ത് പകുതി സാധനങ്ങൾ പൊട്ടിപ്പോകും, പകുതി സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട്, ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കേസ് വരും. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇങ്ങനെ വാങ്ങിക്കാതെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. കാരണം ഫാന് നിർത്തിയിരിക്കുന്നു, ഞങ്ങളുടെ സൗണ്ട് അമ്പു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് വരെ നമുക്കിവിടെ ഒരു ചെറിയൊരു എന്താണ് ഭിത്തിയലമാരി ഇല്ലേ, ഒരു ഭിത്തിയലമാരി തട്ട്. അത് ശരിക്കും തടിയാട്ടോ, ചെറിയ തടിയുടെ പീസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ സൈഡിൽ എന്റെ 2 ബെൽറ്റ് എടുക്കണം ഗൈസ്. കാരണം പെട്ടെന്നേ അലമാരിക്കകത്ത് ഇരിക്കാത്തതുകൊണ്ടല്ല ഗൈസ്, പെട്ടെന്ന് എവിടെങ്കിലും പോകണമെങ്കിൽ ഈ അലമാരി തുറന്ന സാധനങ്ങൾ എടുക്കുക, അതൊക്കെ ഭയങ്കര ചടങ്ങായിട്ടുള്ള കാര്യങ്ങളാണ് ഗൈസ്. അപ്പൊ അത് കാരണം ഞാൻ 2 ബെൽറ്റ് സൈഡിൽ തൂക്കിട്ട്, അതായത് പോകുന്നിട്ട് പെട്ടെന്ന് പാൻ്റെ ബെൽറ്റ് എടുത്തോണ്ട് ഓടുക, എന്നിട്ട് പോകുന്ന വഴിക്ക് ഇട്ടോണ്ട് പോവുക. സെറ്റ് അല്ലേ? അപ്പൊ ഇത് നമ്മള് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ കേട്ടോ ഒരു ടേബിൾ ലാമ്പ്. അപ്പൊ നമ്മള് നോക്കിയിട്ട് നമുക്ക് എന്താ എവിടെയും ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുവരാൻ മടക്കി ചുരുട്ടിയൊക്കെ നമുക്ക് പോക്കറ്റിലല്ല ബാഗിലൊക്കെ വെച്ചുകൊണ്ടാ ഗൈസ്. കൊള്ളാം സാധനം, നൈസായിട്ട് നല്ല വെട്ടമുണ്ട് കിട്ടാണ്ടല്ലോ. 3 മോഡുണ്ട്, അല്ല 2 മോഡുണ്ട് അല്ലേ, പവർ കൂട്ടാനും കുറയ്ക്കാനും. പിന്നെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പൊ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ സൗണ്ട് ആയിട്ട് ചിലപ്പോൾ അമ്പ് എണീക്കും. അപ്പൊ അത് നമുക്ക് പതി അടച്ചു വെച്ചേക്കാം. പിന്നെ വരുന്നുണ്ട് നമുക്ക് ഇവിടെ കുറച്ച് എന്താണ് ഒരു ആമാടപ്പെട്ടി ഉണ്ട് ഗൈസ്. നമുക്ക് ഇതിൻ്റെ അകത്തില്ലേ സ്വർണ്ണങ്ങളൊക്കെ വെച്ച്, പണ്ടുള്ളവരൊക്കെ സ്വർണ്ണങ്ങളൊക്കെ വെച്ചുകൊണ്ടില്ല, പക്ഷെ ഇതിനകത്ത് സ്വർണ്ണമല്ല ഗൈസ് ഇരിക്കുന്നത് ഗൈസ്. അപ്പൊ ഇതിനകത്ത് വേറെ ഒന്നുമല്ല, പൊന്നാടെ കുറച്ച് കിസ്മത്ത് നമ്മള് ഷോർട്സ് ഒക്കെ എടുക്കുമ്പോൾ ഇടാൻ ഗോൾഡ് ഇല്ലാത്ത കുറച്ച് മാട്ട കമ്മലുകൾ ഇതിനകത്തുണ്ട് ഗൈസ്. അപ്പൊ അതാണ് നമ്മുടെ ഈ ആമാടപ്പെട്ടിക്കകത്തുള്ളത്. പെട്ടെന്ന് കാണുമ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. ഒരു ചെറിയൊരു വഞ്ചി ഇരിപ്പുണ്ട്, അത് സെറാമിക്കിന്റെ ഒരു കോയിൻസ് ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല. അമ്പുവിന്റെ കോയിൻസ് അതൊന്നും അറിയുന്നവരല്ല, പൊന്ന അതിനെ കുറിച്ചൊന്നും അറിയുന്ന പോലും. ഇപ്പൊ അമ്പ് എണീറ്റ് പൊന്നെ കൊന്നേനെ. പിന്നെ പൊന്നാടെ ഒരു ഫേവറേറ്റ് പെർഫ്യൂം ഉണ്ട്. ഇത് പൊന്നാക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. വെച്ചാൽ പൊന്നെ എവിടെയെങ്കിലും പോയി ഇത് അടിച്ചോണ്ടിരാൻ ഗൈസ്, ഇത് അടിച്ചോണ്ടിറങ്ങി. പക്ഷെ ഇപ്പൊ ഒരുപാട് അമ്മ വന്നതിന് ശേഷം പെർഫ്യൂംസ് ഒന്നും അങ്ങനെ അടിക്കാറില്ല. പൊന്നെ ഇത് അടിച്ചോണ്ട് ഇറങ്ങുമ്പോ അറിയാം പൊന്നെ ഇത് അടിച്ചോണ്ട് ഇറങ്ങിയിട്ടുണ്ടല്ലേ, പൊന്നെ വരുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും ഗൈസ്. നല്ല സ്മെല്ലാണ്, പക്ഷെ ഞാൻ യൂസ് ചെയ്തില്ല. ഐ ഡോണ്ട് ലൈക്ക്. പിന്നെ നമ്മുടെ സെക്കൻഡ് ആയിട്ടിരിക്കുന്ന ഒരു ചെറിയൊരു ഡ്രോയർ ഉണ്ട്. ഇത് എൻ്റെ കുറച്ച് കിസ്മത്ത് ഐറ്റംസ് മാത്രം, 2 സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു കുട്ടി ഡ്രോയർ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രൈപോഡ് ഇരിപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞൊരു വീണ്ടും ഒരു കുട്ടി വെച്ച് ഒരു പിഗ്ഗി ബാഗ് ഉണ്ട്. പിഗ്ഗി ബാഗ് ഉണ്ട്. ഇതിനകത്ത് നോട്ടുകൾ, അത് പൊന്നെ കൊണ്ടുവയ്ക്കുന്നതിനകത്തൊന്ന് ഞാനിങ്ങനെ വലിച്ച് ഇതിനകത്ത് കുറച്ച് നോട്ടുകളുണ്ട്. പിന്നെ ഇത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു സാധനം, ഇത് സെറാമിക്കിന്റെ. അതിനകത്ത് എന്തോ ഒരു ചെയിൻ കിടക്കുന്നു. നല്ല ക്യൂട്ടല്ലേ കാണാൻ. എനിക്ക് ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമ്മുടെ ഈ ലാസ്റ്റിലത്തെ തട്ടിലെന്ന് പറഞ്ഞാൽ അമ്പുവിന്റെ കുറെ സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അമ്പുവിന്റെ കുറുക്കിനും ഫുഡിന് വേണ്ടിയിട്ടുള്ള കുറെ സാധനങ്ങളായിരുന്നു. പിന്നെ ഇവിടെ ഇരുന്നതിൽ
ഉറുമ്പൊന്നും കയറണ്ടെന്ന് വിചാരിച്ച് നമ്മളത് ഡൈനിങ് ഹാളിലോട്ട് മാറ്റി. അപ്പോൾ അവിടെ ഇപ്പോൾ ഫ്രീ ആയിട്ട് കിടക്കാം. പിന്നെ ഇപ്പുറത്ത് വരുന്നത് ഒരു കുറച്ചും കൂടെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. ആ ഡ്രോയറിന്റെ ഒക്കെ മണ്ടക്കായിട്ടിരിക്കുന്ന പൊന്നാടെ കണക്ക് പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളാണ് ഗൈസ്. എനിക്ക് എപ്പോഴും പെന്നും പേപ്പറും അത്യാവശ്യമാണ് ഗൈസ്. എനിക്കിങ്ങനെ വരവുകളും ചിലവുകളും എല്ലാം എഴുതണം. പിന്നെ നമ്മുടെ ലൈഫല്ലേ, കണക്കല്ലേ, കണക്ക് കൂട്ടലുകളാണല്ലോ എല്ലാം. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കുത്തി കുറിക്കണം. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര സങ്കടം വന്നാലും ഒരുപാട് സന്തോഷം വന്നാലും അത് കുറിച്ച് വെക്കുക എന്നുള്ളത് എനിക്ക് ഒരുപാട് മുന്നേ തൊട്ടേ ഉള്ളൊരു ശീലമാണ്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ടൈം സങ്കടം വരുമ്പോഴും അല്ലെങ്കിൽ സന്തോഷം വരുമ്പോഴും എനിക്ക് ഡ്രോയിങ് ചെയ്തായിരുന്നു ഞാനത് മാറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് അങ്ങനെ ഡ്രോയിങ് ചെയ്യാൻ സമയം കിട്ടാറില്ലാത്തത് കൊണ്ട് ഞാനത് എഴുതി എൻ്റെ ഒരു പേഴ്സണൽ ഡയറി എന്നും വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മളൊരു 7 ഡ്രോയർ ആണ് കഴിച്ചത് കേട്ടോ. ശരിക്കും അമ്മുവിന്റെ ഡ്രസ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിച്ച സാധനം. ആ ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത് നമ്മൾ ഓർഡർ ചെയ്ത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത് ഇത് വീട്ടിൽ വന്നാൽ നമ്മൾ കണ്ടിട്ടില്ല. വന്നതിന് ശേഷം ഇത് കാണുന്നത്. അപ്പൊ ഇതിനകത്ത് ഇപ്പം അമ്മുവിന് വേണ്ടി സ്വന്തമായിട്ട് അലമാരി മേടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇപ്പം നമ്മളായിട്ടുള്ള കുറച്ച് കിസ്മത്ത് സാധനങ്ങളൊക്കെ കുറച്ച് ടൂൾസും പിന്നെ പെട്ടെന്ന് തുടയ്ക്കാനുള്ള തുണികളും ചാർജറുകള് സത്യം പറഞ്ഞ അലങ്കോലം. ഇതാണ് എപ്പോഴും എന്താ വണ്ടിയുടെ ഷാമ്പു, ചാർജർ, കുറച്ച് ഗുളികകൾ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. സെക്കൻഡ് ഡ്രോയർ അതുപോലെ തന്നെ കുറച്ച് അലമ്പ് സാധനങ്ങള്. തേർഡില് പിന്നെ അമ്പുന്റെ കുറച്ച് ടവൽസ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. അതായത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം. അതായത് പെട്ടെന്ന് ഒരു അർജന്റ് വന്നാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കുറച്ച് ടൂൾസ്, ടിഷ്യൂ പേപ്പർ അതുപോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ. പിന്നെ നെക്സ്റ്റ് നമ്മുടെ അമ്പുവിന്റെ പുതിയൊരു പോട്ടി. അതെ അത് വിട്ടുപോയി. അമ്പുവിന്റെ പോട്ടി, അമ്പുവിന്റെ ബാത്റൂം ആണിത്. പിന്നെ നമ്മൾ അമ്പുവിന് വേണ്ടിട്ട് മേടിച്ച ഒരു അലമാരിയാണ് നിങ്ങൾ വീഡിയോ ചെയ്തതാണ്. അമ്പുവിന്റെ അലമാരി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അലമാരിന്റെ ടോപ്പിലായിട്ട് നോക്കി കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ, കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഇത് നമ്മൾ നേരത്തെ ഓൺലൈനിൽ തന്നെ വാങ്ങി. പാരീസിന്റെ ഇത് പിന്നെ മരുമോന്റെ അടുത്തുനിന്ന്, കുട്ടി മരുമോന്റെ അടുത്തുനിന്ന് മാമൻ വഴക്കിട്ട് വാങ്ങിച്ചു. എന്താ എനിക്ക് ഇങ്ങനത്തെ കുട്ടി ടോയ്സ് ഭയങ്കര ഇഷ്ടമാണ്. കളിക്കാനൊന്നുമല്ല, ഇതിങ്ങനെ ശേഖരിച്ച് വെക്കുക എന്നുള്ളത് എനിക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ചെറിയ കാറുകള്, ചെറിയ ടോയ്സ്. അതാരാന്ന് ചോദിച്ചാൽ ബെന്റനോ ഐഡോണ്ടോ എനിക്കറിയില്ല. എനിക്കിങ്ങനെ ഇഷ്ടപ്പെടാനില്ല. കാണുന്നോണ്ടാണെന്ന് അറിയത്തില്ല. അമ്പൂന് ഇതിനോട് ഭയങ്കര ഒരു കമ്പം ഉണ്ട്. അത് എടുത്തു കൊടുക്കാൻ, പക്ഷെ അത് എടുത്തു കൊടുക്കാൻ പറ്റില്ല. പാർട്ടായിട്ട് ഇളകി വരുന്നത്. പിന്നെ രണ്ട് നമ്മുടെ എന്താണ് ഇത്, കറ്റാർ വാഴയാണോ ഒന്നാമത് അത് ആർട്ടിഫിഷ്യൽ. ഇനി അത് എന്താണെന്നും കൂടെ ഞാൻ പറയാം. എന്തോ ഒരു പ്ലാന്റ് ഉണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ അമ്പുവിന്റെ അലമാര, നമ്മുടെ അലമാര ഓൾറെഡി നമ്മള് വീഡിയോയില് കാണിച്ചിട്ടുണ്ട്. ഈ സ്റ്റാർ കണ്ടോ? ഈ സ്റ്റാർ ശരിക്കും ഈ അലമാരിൽ ഇരുന്നതാ. അതിനെ പറിച്ചതാ. അമ്പു എപ്പോഴും ഇതിൽ നോക്കുമായിരുന്നു. അമ്മ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ അതിനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്താണ് തെറ്റ്? ഇപ്പൊ നെക്സ്റ്റ് പറഞ്ഞാല് ഈ അലമാര നമ്മൾ ഓൾറെഡി ഈ അലമാര കാണിച്ചാട്ടോ. ഇതിനകത്ത് ഇപ്പൊ നിരന്ന് കിടക്കുക. ഫുള്ള് ഓൾമോസ്റ്റ് അമ്പുവിന്റെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി ഇതിനകത്ത് കാണിക്കും. അമ്പുവിന് കുറച്ച് ഡ്രസ്സുകള്, അമ്പുവിന്റെ കുറച്ച് ബാൻഡ്, അമ്പുവിന്റെ ഇത് മേടിച്ചിട്ട് കുറച്ചായി, പക്ഷെ ഇതുവരെയായിട്ട് അമ്പുവിന് യൂസ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇത് എവിടെയെങ്കിലും പോകുമ്പോൾ യൂസ് ചെയ്യണം അമ്പുവിന്റെ. അത് അമ്പുവിന് രാത്രി ഇടാൻ വേണ്ടി എടുത്ത് വെച്ചതാ. ഒരാളുടെ അടുത്ത് മടക്കാൻ ഏൽപ്പിച്ചതാണ്, കൊണ്ട് വെച്ചിരിക്കുക. അമ്പുവിന്റെ വീട്ടിൽ ഇരുന്ന ഡ്രസ്സുകൾ മാത്രം വെക്കാനായിട്ട് മേടിച്ചൊരു. അതിനകത്ത് അമ്പുവിന് പെട്ടെന്ന് വീട്ടിലിടാൻ വേണ്ടിയിട്ടുള്ള, പിന്നെ കുറച്ച് ടർക്കീസ്, പിന്നെ ലോക്കർ, പിന്നെ നമ്മള് അമ്പുവിന് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ടുള്ള നല്ല, നിങ്ങൾ കാറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ പറ കഴിച്ചു. അതിലിങ്ങനെ അമ്പുവിന് കാറ്റടിക്കുന്നത് ഇത് 2 പീസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ കഴിക്കാറുണ്ട്. പിന്നെ അമ്പുവിന്റെ മേക്കപ്പ് സെറ്റ്, പിന്നെ അമ്പുവിന്റെ ടോയ് സെറ്റ്, പിന്നെ അമ്മൂന്റെ കുറച്ച് നല്ല ഡ്രസ്സുകള്, പിന്നെ ഡയപ്പേഴ്സ്. അപ്പൊ അത്രയുള്ളൂ. പിന്നെ നമ്മുടെ ഫയല്, മറ്റു കാര്യങ്ങളാണ് ഗൈസ്. അപ്പൊ ഈ അലമാരിക്കത്ത് പിന്നെ ലോക്കറിന്റെ തമ്പിന്റെ ശരിക്കും പറഞ്ഞാൽ അമ്മൂന്റെ കുറച്ച് ചെരുപ്പുകൾ ഇപ്പൊ ഇടാൻ പറ്റത്തില്ല. ചെരുപ്പ്, വള, കമ്മല്, മാല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അപ്പൊ അതാണ് നമ്മുടെ ഈ അലമാരിക്കകത്തുള്ളത്. അപ്പൊ നമ്മുടെ അമ്പുവിന്റെ അലമാരിക്കകത്തെ കീച്ചൻ കണ്ട ചെറിയൊരു ചെടി. ഇതിന്റെ പേര് എന്താ? പൂച്ചോ? പൂവല്ലേ? POOH എന്താ? പൂ. ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ കീച്ചൻ കണ്ടോ? പാണ്ട. അപ്പൊ നെക്സ്റ്റ് വരുന്നത് പറഞ്ഞാല് നമ്മുടെ ഇവിടെ ഒരു സൈഡിലൊരു കോർണർ സ്റ്റാൻഡ് ഉണ്ട് ഗൈസ്. ഇത് എനിക്കൊന്ന് കുറച്ച് വർഷങ്ങൾ പഴക്കമുള്ള ഈ കോർണർ സ്റ്റാൻഡ്. ഇതിന്റെ ടോപ്പ് ഇപ്പൊ അമ്പൂന് വേണ്ടിട്ട് മാത്രം, അമ്പൂന്റെ മരുന്നുകള്, അമ്പൂന്റെ മെഡിസിൻസ് മാത്രമാണ് ഈ ടോപ്പിൽ ഇരിക്കുന്നത്. പിന്നെ അതിന്റെ താഴെ ശരിക്കും പറഞ്ഞാൽ നമ്മള് കോസ്മെറ്റിക് ഐറ്റംസ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. രണ്ടുപേരും യൂസ് ചെയ്യാറില്ല. പിന്നെ നമുക്ക്
കൊളാബിൽ വല്ലതും കിട്ടുന്ന സാധനങ്ങളുള്ള അല്ലാതെ നമ്മൾ അങ്ങനെ വാങ്ങിക്കാറില്ല. പിന്നെ ഞാൻ അത്യാവശ്യമായിട്ട് യൂസ് ചെയ്ത സാധനമാണ് അലോവേര ജെൽ. ഈ ഒരു സാധനം മാത്രമല്ല എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ പൊന്നാണെങ്കിൽ ചില സമയത്ത് ആവേശം കൊണ്ടിട്ട് നാളെ തൊട്ട് എനിക്ക് മറ്റത് ചെയ്ത് തുടങ്ങണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അങ്ങനെ ഞാൻ കുറച്ച് സൺസ്ക്രീമും മറ്റ് എന്താ പറയുക ഡാംഡോക്കിന്റെ കുറച്ച് ഫേസറും മറ്റ് സിറങ്ങളും മറ്റ് സാധനങ്ങളൊക്കെ മേടിക്കും കഴിച്ചത് ആവേശത്തിന്. പക്ഷെ അത് മേടിച്ച് അവിടെ വെച്ച് പൂത്ത് നരച്ച് കളയും. പൂത്ത് കുറെ സാധനങ്ങൾ ഞാൻ എടുത്ത് കളഞ്ഞു, ഡേറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്ത് കളഞ്ഞു. അങ്ങനെ കുറെ സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ വിക്സ്, പിന്നെ ലാസ്റ്റിൽ ഇരിക്കുന്ന കുറച്ച് വിക്സ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. പിന്നെ നമ്മുടെ പ്രധാനമായിട്ട് നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന നമ്മുടെ ആയുധമാണ് മോസ്കിറ്റോ ബാറ്റ്. ഇതില്ലാതെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനില്ല, റൂമിനെ തിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അതുള്ളത് കാരണമാണ് ശരിക്കും പറഞ്ഞാൽ അമ്പുനെ ഞങ്ങൾ കൊതുകിൽ നിന്ന് രക്ഷിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ റൂം എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മുടെ എല്ലാ വീടുകളിലും നോർമലി ഉള്ള വീടുകളിലൊക്കെ അറിയാലോ, നമ്മുടെ കട്ടിലടിയിൽ കുറേ സാധനങ്ങളൊക്കെ കാണും. അങ്ങനെ 1-2 ബാഗുകൾ കട്ടിലടിയിൽ ഇരിപ്പുണ്ട്. യൂസ് ചെയ്യാത്ത എൻ്റെ കുറച്ച് സാരികളും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കട്ടിലടിയിലുണ്ട്. പിന്നെ അമ്പുവിൻ്റെ യൂസ് ചെയ്യാത്ത കുറച്ച് ടോയ്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ നമ്മുടെ അമ്പുവിൻ്റെ തൊട്ടിൽ നമുക്ക് ഇതിനകത്ത് വെച്ച് ഭയങ്കര കൺജസ്റ്റഡ് ആക്കണ്ട. നമ്മള് ഈ അലമാരയും കൂടെ എടുത്ത സമയത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് അമ്പുവിന്റെ തൊട്ടിൽ നമ്മുടെ റൂമിലായിരുന്നു. അപ്പം ഈ അലമാരി അകത്ത് കയറ്റിയപ്പോഴത്തേക്കും എല്ലാം കൂടെ ഭയങ്കര കൺജസ്റ്റഡ്, നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും നടക്കാനോ ഈ വീട്ടിലെ ഏറ്റവും ചെറിയ റൂമാണ് കേട്ടോ ഈ കാഴ്ച. അപ്പൊ നമ്മളിത് പെയിന്റ് ഒക്കെ അടിച്ച് പൊരിച്ച് വലിപ്പം നോർമലി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ അലമാരി അകത്ത് കയറ്റിയ സമയത്ത് നമുക്ക് തൊട്ടിൽ പുറത്തേക്ക് ഇറക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ നമ്മൾ അമ്പുവിന്റെ തൊട്ടിലും പിന്നെ അമ്പുവിന്റെ ഏറെക്കുറെ കളിപ്പാട്ടങ്ങളും മറ്റു കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ ഹാളിനോട് ചേർന്ന് വേറൊരു ചെറിയ റൂമുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ടത് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ ഈ കട്ടിൽ വെച്ചിരിക്കുന്നത് പറഞ്ഞാലും അധികം സാധനങ്ങളൊന്നും ഇല്ല, ചെറിയ 2 ബാഗേ ഉള്ളൂ അതിനകത്ത്. അതല്ല നമ്മൾ എല്ലാ ദിവസവും എടുത്ത് നീറ്റായിട്ട് എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കിയാണ് വെക്കുന്നത്. കാരണം അമ്പു കിടക്കുന്നതാണ്. അപ്പൊ അതാരും ചിന്തിക്കരുത്, അതിന് അടിവശം വൃത്തികേടാക്കിയിട്ട് കഴിഞ്ഞാൽ കുഞ്ഞു കിടക്കുന്ന സ്ഥലം. അപ്പോൾ ചെറിയ പ്രാണികളോ ജീവികളോ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും അത് നീറ്റായിട്ട് നോക്കി തൂത്ത് തുടച്ചെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ റൂമിലേക്ക് കാണിക്കാനുള്ളത് ഈ കാണുന്ന ഫ്ലോർ മാറ്റ് ആണ്. നമ്മൾ ഈ പെയിന്റ് അടിച്ച സമയത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മറ്റേ റെഡ് ഓക്സൈഡ് ആ ഒരു പെയിന്റ് ആയിരുന്നു ഇതിന്റെ തറയ്ക്ക്, ഇതിന്റെ ഫ്ലോറിലുണ്ടായിരുന്നു. അപ്പൊ അത് നടക്കുന്ന സമയത്ത് നമ്മുടെ കാലിലൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള ഒരു പെട്ടെന്നുള്ള ഒരു സൊല്യൂഷൻ ആണ് ഗൈസ് ഞങ്ങൾ കണ്ടുപിടിച്ച ഈ ഫ്ലോർ മാറ്റ്. ഞങ്ങൾക്ക് നല്ലോണം ഉപകാരപ്പെട്ടിട്ടുണ്ട് അല്ലേ? കാരണം നല്ലോണം ഒന്ന് തൂത്ത് തുടച്ചിട്ട് അമ്പൂനെ നമുക്ക് തറയിലിടാം ഇവിടെ അല്ലേ. അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസിൽ മേടിക്കാനും പറ്റും. നമുക്ക് അത്യാവശ്യക്കാർക്ക് പെട്ടെന്ന് മേടിച്ച് യൂസ് ചെയ്യാനും പറ്റും. കാരണം നമുക്കെല്ലാം ഇവിടെ ഇപ്പൊ ടൈലൊന്നും ഒട്ടിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു. നമ്മുടെ ചെറിയ റൂമാണെങ്കിലും വളരെ നീറ്റായിട്ട് എപ്പോഴും കൊണ്ട് നടക്കാറുണ്ട്, നീറ്റായിട്ട് ഞാൻ എപ്പോഴും വെക്കാറുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ലോകം. അപ്പോൾ നമ്മുടെ റൂം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വളരെ കുട്ടി റൂമാണ്, കുറച്ച് സാധനങ്ങൾ മാത്രമുള്ള സന്തോഷമുള്ള ഒരു കുട്ടി റൂം. അപ്പൊ നമ്മൾ ഇനിയും ഒരുപാട് സാധനങ്ങൾ മേടിക്കണമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ നമ്മുടെ പ്ലാനിങ് നടക്കാത്തതിന്റെ മെയിൻ കാര്യം നമ്മൾ ഈ ഒരു കുഞ്ഞു റൂമിന്റെ അകത്ത് സാധനങ്ങൾ കൊണ്ടുവന്ന് എങ്ങനെ സെറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ നോർമലി നമ്മൾ ഈ കാണുന്ന ഒരു ഫ്രെയിം മേടിച്ച് വെച്ചിട്ട് നമുക്ക് ഇത് എവിടെ ഹാങ് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ നമുക്കില്ല ഗൈസ്. അപ്പൊ അത് കാരണം ചില സാധനങ്ങൾ വാങ്ങണമെന്നുള്ളൊരു തോട്ടിൽ നമ്മൾ അന്ന് അവിടെ ഇരിക്കട്ടെ പിന്നെ വാങ്ങാം. ആ ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് മെയിൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ റെന്റഡ് ഹൗസ് ആയതുകൊണ്ട് തന്നെയാ നമുക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ പ്ലാൻ ഉണ്ട്. നമ്മൾ അതുപോലെ ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ച് നല്ല അപ്പൊ നമ്മൾ എന്തായാലും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബൈ.